ഇന്ന് രാവിലെ 10:30 മണിയോടെയാണ് നാടിനെ ആശങ്കയിലാക്കിയ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണത്. അപകടമുണ്ടായി 2.5 മണിക്കൂറിന് ശേഷമാണ് തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ മൃതദേഹം കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജിലെത്തി അവലോകന യോഗത്തിൽ പങ്കെടുത്തു. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കോട്ടയം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. രാവിലെ 10:30യോടെയാണ് ആശങ്ക ഉയർത്തി കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണത്. 14-ാം വാർഡിലെ ശുചിമുറിയുള്ള ഭാഗമാണ് തകർന്നത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കുണ്ടായെന്നാണ് ആദ്യം പുറത്തു വന്ന വിവരം. അത് ഇടിഞ്ഞു വീഴുക. ഞങ്ങൾ ചായക്കട നിന്നപ്പോഴായിരുന്നു സംഭവം. പെട്ടെന്നായിരുന്നു. ഒരാളെ കണ്ടോളൂ, ഞാൻ ഒരാളെ കണ്ടോളൂ. ആളുണ്ടെന്നുള്ള ചാൻസ് ഇല്ല, കാരണം ആളുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ആയാലും റിപ്പോർട്ട് ചെയ്തേനെ. ഒരാളെ ഞാൻ റെസ്ക്യൂ ചെയ്തു, ഒരാൾ അപ്പുറ സൈഡിലായിരുന്നു, അവർ തെറിച്ച് വീണു. അല്പസമയത്തിനകം തന്നെ മന്ത്രി VN വാസവൻ അപകട സ്ഥലത്തെത്തി. പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജും. അടച്ചിട്ട കെട്ടിടമാണ് തകർന്നതെന്ന് മന്ത്രിമാർ. ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നതാണ്. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത് ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ അവർ ഡംപ് ചെയ്തിരുന്നതാണ്. ആ സാധനമാണ് ഇപ്പോൾ ഇടിഞ്ഞു പോയത്. അവിടെ അവിടെ കയറി വന്നപ്പോൾ ഈ സംഭവം ഉണ്ടായി എന്നുള്ളതാണ്. ഇതിനിടയിലാണ് അമ്മയെ കാണാനില്ലെന്ന് ബിന്ദുവിന്റെ മകളും ഭർത്താവും അറിയിച്ചത്. ഇതോടെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി. 12:30യോടെ രക്ഷാപ്രവർത്തനത്തിന് JCB സ്ഥലത്തെത്തിച്ചു. ഒരു മണിയോടെയാണ് ബിന്ദുവിന്റെ മൃതദേഹം പുറത്തെടുത്തത്. അതായത് അപകടമുണ്ടായി 2.5 മണിക്കൂറിന് ശേഷം. ഇതോടെ രക്ഷാപ്രവർത്തനം വൈകിയെന്ന ആരോപണം ശക്തമായി. മന്ത്രിമാർ അപകടസ്ഥലത്ത് നടത്തിയ പ്രസ്താവനകളിൽ വിമർശനം. വിശദീകരണവുമായി മന്ത്രിമാർ. ഇവിടെ ഉണ്ടായിരുന്ന അധികൃതർ അപ്പം ഞങ്ങളോട് പറഞ്ഞത് ഇത് ക്ലോസ് ചെയ്തിരുന്നതാണ് ആ ബാത്റൂം. കേക്ക് ഞങ്ങൾ മനസ്സിലാക്കി അവർ പറഞ്ഞതാണ്. ഇനി അങ്ങനെ അല്ല എന്നുള്ളതെങ്കിൽ അത് പരിശോധിക്കുന്നതാണ് മിനിസ്റ്റർ പറഞ്ഞത്. അല്ല, അത് അടച്ച ബ്ലോക്കാണ് എന്നുള്ളത് തന്നെയാണ്. ഒരു അടഞ്ഞ ആ ബ്ലോക്ക് ഉപയോഗിക്കുന്നില്ല, അടച്ചിട്ടിരുന്നൊരു ബ്ലോക്കാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണോ ആ ഘട്ടത്തിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, നമുക്ക് ആ അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ ആണല്ലോ, അത് ഹൈഡ് ചെയ്തല്ലോ നിങ്ങളോട് പറയുന്നത്. ഇതിനിടെ ആരോഗ്യവകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും പ്രതിഷേധം ശക്തം. തലസ്ഥാന നഗരത്തിലും വിവിധയിടങ്ങളിലും മന്ത്രിക്കെതിരെ പ്രതിപക്ഷ യുവജന സംഘടനകൾ രംഗത്തിറങ്ങി. വൈകിട്ട് 5 മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജിലേക്ക്. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രയോഗം. മെഡിക്കൽ കോളേജിലെ അവലോകന യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി എന്നാൽ അപകടസ്ഥലം സന്ദർശിച്ചില്ല. സർക്കാരിനെതിരെ പ്രതിഷേധം തുടരുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. ന്യൂസ് ഡെസ്ക് 24. അതിനിടയിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം ബാധിച്ച് കൊട്ടാരക്കര താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. രക്തസമ്മർദ്ദം കൂടിയതാണ് കാരണമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ ട്രിപ്പ് കൊടുത്തിരിക്കുകയാണ്. ആ ട്രിപ്പ് അവസാനിക്കുമ്പോൾ തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര തുടരുമെന്നാണ് കൊട്ടാരക്കരയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട 1-2 ആളുകൾ എന്നോട് ഫോണിൽ പറഞ്ഞത്. വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വല്ലാത്ത സമ്മർദ്ദം അവർക്ക് അനുഭവപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.